കുറേ നാളുകൾക്ക് ശേഷം ഒരു യാത്ര പോവുകയാണ്. ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. ഞാൻ KSRTC സ്വിഫ്റ്റിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചു യാത്ര. കൃത്യം 7 മണിക്ക് തന്നെ സ്വിഫ്റ്റ് സമയം പാലിച്ചു. ഞാൻ പോകുന്നത് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ കൊട്ടാരക്കരയിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗ്ഗം ബസ്സാണ്. ആ ബസ്സിൽ തന്നെ സ്വിഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊട്ടും ക്ഷീണം തോന്നില്ല. അങ്ങനെ നമ്മൾ ബസ് പിടിച്ച് കൊട്ടാരക്കരയിലോട്ട് യാത്ര തിരിച്ചു. AC ബസ്സാണ്. അപ്പം അവിടെ മുകളിൽ AC ഒക്കെ ഓൺ ചെയ്ത് അങ്ങനെ ഇട്ട് ബസ് അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2022 ശേഷം ഞാൻ പുറത്തോട്ടൊന്നും യാത്ര പോയിട്ടില്ല. അങ്ങനെ ഇപ്പോഴാണ് പോകുന്നത്. ഇത് അമ്മ വീടെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ പോണ വഴിക്കുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ കയറി അവിടെ നല്ല അപ്പവും വെജിറ്റബിൾ കുറുമയും കഴിച്ചു. നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ചായയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കുറച്ച് കാലമായിട്ട് പോണതുകൊണ്ട് ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ട്. പിന്നെ വീണ്ടും വന്ന് സ്വിഫ്റ്റിൽ കയറി നമ്മൾ വീണ്ടും പോവുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂര്യപ്രകാശം മുഖത്തോട്ട് അടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ നീലക്കട്ടൻ നീക്കും തിരിച്ചിടും നീക്കും അങ്ങനെ കാരണം സ്ഥലം കാണണമെങ്കിൽ കട്ടൻ നീക്കണമല്ലോ. അപ്പോഴേക്കും വെയിൽ മുഖത്തേക്ക് അടിക്കും. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു KSRTC സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. അപ്പം കുറേ കാലമായി യാത്ര ചെയ്തിട്ട് വേറൊരിടം പോയിട്ടൊക്കെ ഒരുപാട് കാലമായി. അങ്ങനെ നമ്മളിത് ആ കൊട്ടാരക്കര ക്ഷേത്രത്തിനകത്തെത്തി. ക്ഷേത്രത്തിൽ കയറി പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണേ എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ കുളത്തിലോട്ടാണ് പോണേ. അപ്പോൾ ക്ഷേത്രക്കുളത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ നിറയെ മീനുണ്ട്. കുറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി കാലൊക്കെ കഴുകി മീനിനെയൊക്കെ കണ്ട് കുറച്ച് ഇവിടെ ഇത് കുറച്ചല്ല വലിയ കുളമാണ്. ഇതിപ്പം കുറച്ചിങ്ങനെ കെട്ടിയിട്ടേക്കുന്നതാണ്. പിന്നെ നേരെ ക്ഷേത്രത്തിലോട്ട് കയറി ഭഗവാനെ എന്നെ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് വേറൊരു ഓട്ടോ എടുത്ത് ഇനി വീണ്ടും നമുക്ക് KSRTC സ്റ്റാൻഡിലോട്ട് വരണം. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി തിരിച്ച് വരുവാണ്. ക്ഷേത്രത്തിനകത്ത് പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ അതിൽ വീഡിയോ എടുപ്പൊന്നുമില്ല. പിന്നെ ക്ഷേത്രക്കുളമാണ് ഈ കാണുന്നത്. ഇത്രയും നീളത്തിൽ ക്ഷേത്രക്കുളത്തിന് ടാറ്റ പറഞ്ഞു ഇനി എപ്പോഴായാലും കാണാം. പിന്നെ ആഗ്രഹത്തിൽ ടാറ്റയൊക്കെ പറഞ്ഞ് തിരിച്ച് വീണ്ടും ബസ്സിൽ വന്ന് കയറി. അങ്ങനെ അങ്ങോട്ട് പോയത് AC ആയതുകൊണ്ട് മുകളിലോട്ട് നോക്കാം AC ഓണാണ്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സാധാ ബസ്സിലാണ് വന്നത്. സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ സാധാ ബസ് സ്വിഫ്റ്റൊന്നുമില്ല. അപ്പോൾ മുകളിലോട്ട് നോക്കിയപ്പോൾ ആരോ കുടിച്ചിട്ട് വെച്ചൊരു കുപ്പിയല്ലാതെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ കിളിമാനൂർ എത്തിയപ്പോഴത്തേക്കും ബസ് മാറി കയറേണ്ടി വന്നു. അപ്പോൾ അവിടെ നിന്ന് കാണിച്ചതാണ് മിറാൻ്റെ ബസ്സിനകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് എന്തോ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു ബസ്സിലേക്ക് കയറേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും 3 ബസ്സിലായിട്ട് സീറ്റ് വേണമല്ലോ. അങ്ങനെ 3 ബസ്സിലായിട്ട് കയറി. അങ്ങനെ കിളിമാനൂരിൽ നിന്ന് വേറൊരു ബസ് പിടിച്ച് ട്രിവാൻഡ്രത്തേക്ക് കയറുകയാണ്. അപ്പോൾ അങ്ങോട്ട് സ്വിഫ്റ്റ് ആയതുകൊണ്ട് ഒട്ടും ക്ഷീണം വന്നില്ല. ഇങ്ങോട്ടും ബസ് കിട്ടി ക്ഷീണം വന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഒരു പ്രീ പ്ലാൻഡ് ട്രിപ്പൊന്നും ആയിരുന്നില്ല. പെട്ടെന്ന് തോന്നി പോയതാണ്. പിന്നെ കൊട്ടാരക്കര പോയിട്ട് ഉണ്ണിയപ്പം മേടിക്കാതെ വരില്ലല്ലോ. അങ്ങനെ ഉണ്ണിയപ്പവും മേടിച്ച് ഇങ്ങനെ തിരിച്ചു വന്നു. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അത് എനിക്ക് വളരെ ഹാപ്പിയസ്റ്റ് ഡേ ആയി.